ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ പോക്കോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും വില നോക്കിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ലോവസ്റ്റ് പ്രൈസ് എവിടെയാണ് കണ്ടത് എന്ന് വെച്ചാൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഷോപ്പിംഗ് സൈറ്റിലോട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 5900 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C61 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചൊക്കെയാണ് വരുന്നത്. എന്നാലും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നില്ല. 5900 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C75 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പോക്കോയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു 5G ഫോൺ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5160 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാ സിമ്മും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ 5G വേണമെന്നുണ്ടെങ്കിൽ ജിയോയുടെ 5G മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. വേറെ 5G സിംസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 8500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ 90 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയിൽ വരുന്നുള്ളൂ. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 6100+ എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ട് ഉണ്ട്. എല്ലാ 5Gയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടിന് ഇതിലും കൊടുത്തിട്ടുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം 10000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Plus എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. എന്നാലും എക്സ്ട്രാ ആയിട്ട് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പോക്കോ M6 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Plusഉം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി ഒന്ന് കൂട്ടാം എന്നുണ്ടെങ്കിൽ 12000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Neo എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ വലിയൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. സെയിം ബാക്ക് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ബെറ്റർ ആയിട്ടുള്ള 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സെയിം ബാറ്ററി സെറ്റപ്പുമാണ് ഇതിൽ വരുന്നത്. 12000 രൂപ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ 13400 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X5 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. കുറച്ച് പഴയ ഫോണാണ്. പഴയ ഫോൺസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ 48+8+2 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെയിം ബാറ്ററി സെറ്റപ്പുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 13400 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 14300 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M7 Pro 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7025 അൾട്ര എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ക്യാമറയിൽ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം ഇവിടെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5110 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 14300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം. ഒരു 19000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്.
പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 8300 അൾട്ര എന്നുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പം 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ തന്നെ വേണം എന്ന് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ F5 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. കുറച്ച് പഴയ ഫോണാണ്, എന്നാലും വേണമെന്നെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ, 1.5K റെസൊല്യൂഷൻ വരുന്നില്ല. അപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് X6 Proയിൽ വരുന്നതായിരിക്കും. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ F5 എടുത്താൽ മതി. അല്ല, ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X7 Proയും വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 6550 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 8400 അൾട്ര എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറിന്റെ ആ ഒരു ലെവലിൽ അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഇത്. അപ്പം 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണും വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.